നമസ്കാരം. പ്രേക്ഷകർക്കറിയാമോ, ഞാൻ കുറച്ചു കാലം ഒരു മന്ത്രിയായിരുന്നു. ശമ്പളവും കാറും പത്രാസും ഒന്നുമില്ലാത്ത ഒരു സാധാരണ മന്ത്രി. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. മന്ത്രിക്കഥ ഒടുവിൽ പറയാം. ഇപ്പോൾ അത് ഓർമ്മ വരാൻ കാരണം ഇന്നലെ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി പ്രഖ്യാപിച്ച 1000 കോടി രൂപയുടെ പദ്ധതിയാണ്. വാസ്തവത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതാണ്, അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകർ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അഭിനന്ദനം എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തന്നെ തോന്നി. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ, ഒരു ത്രികോണ മുനമ്പ്, പുതിയൊരു വാക്കൊക്കെ വന്നിട്ടുണ്ട്, ത്രികോണ മുനമ്പ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ, അതിനുവേണ്ടി 1000 കോടി രൂപ മാറ്റിവെക്കാൻ കഴിയുന്നത് തന്നെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അഭിനന്ദിക്കുന്നു. അതേ സമയത്ത് തന്നെ ചില കൺസേൺസ് ഉന്നയിക്കാനുമുണ്ട്. ഇത്രയും വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ്. ഒന്ന്, ഒരു സമ്മതമാണ്. സർക്കാർ ഒരു കാര്യം സമ്മതിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി തിരുവനന്തപുരം ജില്ലയ്ക്കും പുറത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതുപോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതുകൊണ്ടാണ് നാളിതുവരെ തിരുവനന്തപുരത്ത് ഒതുങ്ങി നിന്ന പ്രോജക്റ്റുകളുടെ അനൗൺസ്മെന്റ് ഇപ്പോൾ ജില്ല വിട്ട് കൊല്ലം ജില്ലയിൽ എത്തിയിരിക്കുന്നു. ഇനി ക്രമേണ അത് പത്തനംതിട്ടയ്ക്കും ആലപ്പുഴയ്ക്കും കോട്ടയത്തിനും കൊച്ചിക്കും ഒക്കെ ആയിട്ട് അത് വളരും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാഴ്ചപ്പാടിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ 1000 കോടി രൂപയുടെ പ്രഖ്യാപനത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. സെയിലിംഗ് കമന്ററിക്ക് ഇങ്ങനെ ഒരു അനുകൂല നിലപാടുണ്ടെങ്കിലും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ, അവരിൽ ചിലർ വളരെയധികം തീവ്രവാദികളാണ്. അവരിൽ ചിലരുടെ കുറിപ്പുകൾ വീണ്ടും ഒരു പുനർവായനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചു. ഒരു ജയചന്ദ്രൻ എഴുതുന്നുണ്ട്, റിംഗ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഉണ്ടാക്കിയിട്ട് പോരെ ട്രയാങ്കിളിന്റെ പ്രഖ്യാപനം. പെട്ടെന്നത് ശരിയാണ്, ഓർമ്മ വരുന്നു. നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും പിന്നെ കേൾക്കുന്നില്ല. ഒരു നടപടിയും നടക്കുന്നതായി നമ്മൾ അറിയുന്നില്ല. ആ പ്രദേശത്തുള്ള ചില സുഹൃത്തുക്കൾ കോമ്പൻസേഷനെ ചൊല്ലി പരാതി സെയിലിംഗ് കമന്ററി അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭൂമി മരവിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ റിംഗ് റോഡ് ആയാലും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ആയാലും സാധാരണ വേണ്ട വേഗതയോ പുരോഗതിയോ ആ പദ്ധതിയിൽ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ട്രയാങ്കിൾ എന്ന ഒരു ട്രപ്പീസ് വിദ്യയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞവ, ഓൾറെഡി അനൗൺസ് ചെയ്തവയിൽ കാര്യമായ പുരോഗതി ഉണ്ടാവണം. അങ്ങനെ നിർഭാഗ്യവശാൽ യാതൊരു പുരോഗതിയും കാണുന്നില്ല. രണ്ടാമത് അനാമികയാണ്. കുറച്ചുനാൾ അനാമിക ഒന്നും പറഞ്ഞില്ല. വീണ്ടും അനാമിക എഴുതിയിരിക്കുന്നു, ഒരു 100 മീറ്റർ റോഡ് കണക്ടിവിറ്റി പോലും ചെയ്യാത്ത ഗവൺമെന്റ്. പുതിയ അനൗൺസ്മെന്റ്, ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂർ ഇക്കണോമിക് കോറിഡോർ. വാസ്തവത്തിൽ ഇപ്പോൾ സെയിലിംഗ് കമന്ററിയേക്കാൾ രൂക്ഷമായിട്ടാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. നമ്മൾ സർക്കാരിനെ അനുകൂലിക്കാം, സർക്കാരിനെ സല്യൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അവതാരകനെ പോലും പിടിച്ചു പിന്നോട്ട് വലിക്കുന്നതാണ് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടും സമീപനം. വാസ്തവത്തിൽ നമ്മൾ പരിശോധിക്കണം. അവർ പറയുന്നതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലോ, ഈ 1000 കോടിയുടെ കഥയോ ഒന്നും അറിയാതെയാണ് സെയിലിംഗ് കമന്ററി പ്രേക്ഷകനായ ജോണി എല്ലാ ദിവസവും കണക്ടിവിറ്റിയുടെ പ്രദേശത്തുകൂടി കടന്നു വരുമ്പോൾ കാര്യമായ ഒരു ചലനവുമില്ല.
കുറേ ദിവസങ്ങളായിട്ട് 2 വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, മറ്റൊന്നും സംഭവിക്കുന്നില്ല. റിംഗ് റോഡിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും കേൾക്കുന്നില്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റുകൾ മാത്രമല്ല, ബാലരാമപുരം കുപ്പിക്കഴുത്ത് അവിടെ നിൽക്കുകയാണ്. ആ റോഡ് അവിടെ പോയി നിൽക്കുകയാണ്, അതിനപ്പുറത്ത് മുന്നോട്ട് പോകുന്നില്ല. NH-ന്റെ വികസനം മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ പുനലൂരിലേക്ക് ഒരു ചാട്ടം ചാടിയിരിക്കുകയാണ്. ട്രയാങ്കിൾ മുനമ്പ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലയിലുള്ളവർ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം നേരിട്ട് അനുഭവിക്കുന്ന കാര്യം അറിയുന്നത്. ഇത് നേരത്തെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കറിയാം. കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും ഒക്കെ കടന്നുപോയി കാസർഗോഡ് വരെ എത്തുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോജക്റ്റാണ് വിഴിഞ്ഞം എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞങ്ങളുടെ പ്രചരണത്തിലൊക്കെ അവ ജനങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ മുനമ്പ് പദ്ധതി അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ കൊല്ലത്തുണ്ട്. തിരുവനന്തപുരത്തുള്ളവരെ നമുക്ക് തൽക്കാലം വിടാം, കൊല്ലത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു പദ്ധതി സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ്, അത് കൊല്ലത്തിനും കൂടി പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ഏകദേശം 30 വർഷക്കാലം ഞങ്ങളോടൊപ്പം ഈ പൊതുധാരയിൽ അണിനിരന്നവരെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയുടെ നേട്ടം കൊല്ലം ജില്ലയിലുള്ളവരെങ്കിലും ആ പേരുകൾ മനസ്സിലാക്കി പോകണം. മോഹനകുമാർ എസ് ഒരു കാലത്തും കേരളത്തിനെ വിസ്മരിക്കാൻ കഴിയാത്ത, ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി സ്വന്തം കയ്യിലെ പണം മുടക്കി വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എല്ലാ ദിവസവും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊല്ലം, തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായുള്ള യാത്രക്കിടയിൽ നിരവധി പ്രവർത്തനങ്ങൾ, ഒറ്റയാൾ പോരാട്ടമായിട്ട് പോലും ഒറ്റയ്ക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്തുണ നൽകിയ ശ്രീ ആന്റണി ജോൺ, ബൗദ്ധികമായ പിന്തുണയാണ് അദ്ദേഹം പലപ്പോഴും നൽകിയിട്ടുള്ളത്. ആഗോളതലത്തിൽ നടക്കുന്ന വളർച്ച, പുരോഗതി, കേരളവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മരണപ്പെട്ടുപോയ ശ്രീ അയത്തിൽ സാബു പല പരിപാടികളിലും വിഴിഞ്ഞത്ത് തന്നെ വന്ന് നേരിട്ട് പങ്കെടുത്തിട്ടുള്ളയാളാണ്. സീമ സന്തോഷ്, ജയശ്രീ സുരേഷ്, രാജൻ, ശ്രീരാജ്, രാഹുൽ, ദാസൻ, തങ്കച്ചൻ എന്ന രാജീവ്, വിഷ്ണു, അവസാനത്തെ 2 പേര് അരവിന്ദ് ആൻഡ് അഞ്ജന, 2 പേരും സഹോദരന്മാരാണ്. ശ്രീ മോഹൻകുമാറിൻ്റെ മക്കളാണ്. ഏകദേശം 5 വയസ്സോ 6 വയസ്സോ ഒക്കെ ഉള്ള സമയത്ത് തലസ്ഥാനത്ത് വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാര സമരം പോലും ആ കുഞ്ഞുങ്ങൾ ഇരുന്നിട്ടുണ്ട് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി. ഇന്നൊരാൾ വിവാഹിതയായി, മറ്റേയാൾ വിവാഹ പ്രായത്തിലോട്ട് കടക്കുന്നു. അപ്പോൾ കൊല്ലത്തുള്ളവർ മിനിമം ഇത്രയും ആളുകളെങ്കിലും, ഇനിയുമുണ്ട്, 1 പേര് കൂടിയുണ്ട്, ശ്രീ ബേസില്ല. ഇപ്പോൾ അദ്ദേഹം കൊല്ലം CPM-ന്റെ കൊല്ലം ഏരിയ സെക്രട്ടറിയാണ്. തുടക്കകാലം മുതൽ ഈ പദ്ധതിയുടെ പ്രചരണത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മാനസികമായി ഒരുപാട് പിന്തുണ നൽകിയ വ്യക്തിയാണ്. കഴിഞ്ഞ 140 ദിവസത്തെ സമരസമയത്ത് കൊല്ലം ജില്ലയിൽ സമരക്കാർക്ക് അനുകൂലമായി രൂപം കൊണ്ട വലിയ തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുവാനും യാഥാർത്ഥ്യം അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കുവാനും വളരെയധികം അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് സഖാവ് ബേസില്ല. ഇന്ന് അദ്ദേഹം കൊല്ലത്തെ പാർട്ടിയുടെ CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇന്ന് സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയുടെ നേട്ടം കൊല്ലം ജില്ലയിലോട്ടും പറിച്ചു നടുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇവരെ വിസ്മരിച്ചുകൊണ്ട് ആ നേട്ടം നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. വിട്ടുപോയ ചില പേരുകൾ ഉണ്ടാവാം. കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന്, ആറാട്ടുപുഴ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. പെട്ടെന്ന് പേരുകൾ മറന്നുപോകുന്നു. ചില പേരുകൾ പ്രായം കൂടുന്നത് കൊണ്ട് വിട്ടുപോയിട്ടുണ്ടാകാം. ഞാൻ അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും തൊട്ടടുത്ത ജില്ല എന്നുള്ള നിലയ്ക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് വളരെയധികം പിന്തുണ വിഴിഞ്ഞത്തിൻ്റെ പ്രചരണ പരിപാടികളിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ കൂടി ഓർക്കാതെ നമുക്ക് ഈ കൊല്ലം, പുനലൂർ, തിരുവനന്തപുരം
വ്യാവസായിക ഇടനാഴിയുടെ സന്തോഷങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ കഴിയില്ല. ഇനി ഞാൻ മന്ത്രിയായിരുന്ന കഥ പറയാം. ഇപ്പോൾ 1000 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ 1000 കോടി രൂപ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. 10-20 വർഷം മുമ്പ് ഞാനത് കൃത്യമായും എല്ലാ മാസങ്ങളിലും നമ്മുടെ പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഒറ്റ വകുപ്പ്, ഞാൻ പോർട്ട് മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പ്രവർത്തിച്ചത്. പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി IAS കാരാണെന്ന് ഓർക്കണം, പിന്നെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ, കുറേ ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കും എല്ലാ മാസവും. നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തത്, വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം എന്ത് ജോലി ചെയ്തു? വിശ്വസിക്കാൻ കഴിയില്ല, കൃത്യമായ മറുപടി വരും. പ്രിൻസിപ്പൽ സെക്രട്ടറി, അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ബോർഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്നറിയില്ല, എന്തായാലും സെക്രട്ടറി ഉണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവർ ആ മാസം, തലേ മാസം ചെയ്ത ജോലി, വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചെയ്ത ജോലി എന്തായിരുന്നു എന്ന് പല മാസങ്ങളിലും എനിക്ക് മറുപടി വന്നിട്ടുണ്ട്. അവസാനം എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഉപയോഗിക്കരുത്. പക്ഷെ അത് പ്രൊജക്റ്റിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരുപാട് സഹായിച്ചു. എന്തായാലും എനിക്ക് തന്നെ കുറ്റബോധം തോന്നിയിട്ട് ഞാൻ ആ പ്രക്രിയ അവസാനിപ്പിച്ചു. എനിക്ക് തോന്നിയത് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥനായ സെക്രട്ടറി എനിക്ക് അദ്ദേഹം ചെയ്ത ജോലിയുടെ റിപ്പോർട്ട് തരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം തോന്നിയിട്ട് ഞാനത് നിർത്തി. പക്ഷെ വാസ്തവത്തിൽ പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പൊതുജനങ്ങളാണ് എല്ലാവരുടെയും മേലധികാരികൾ എന്നുള്ള നിലയ്ക്ക്, ഈ 1000 കോടി രൂപയുടെ ചിലവ്, അതിൻ്റെ നിർവഹണം, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുവാൻ ഈ വിവരാവകാശ നിയമത്തിന് കഴിയും. അങ്ങനെ നമുക്ക് ഈ 1000 കോടി രൂപ ഫലപ്രദമായി ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് തുടർന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മന്ത്രിയായി ജീവിക്കാം. ശമ്പളമില്ലാത്ത മന്ത്രി. സൈനിങ് ഓഫ്, ഇലിയാസ് ജോൺ.